പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നല്ല അഭിമാനത്തോടു കൂടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഇരിക്കുന്നത്. കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മുൻ പ്രൈവറ്റ് സെക്രട്ടറി ആർ മോഹനനുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഒരു വിവാദം ഉയർന്നു വന്നിട്ടുണ്ടല്ലോ. ആ വിവാദം എന്ന് പറയുന്നത് പിണറായി വിജയനെ ഒരു അഴിമതി കേസിൽ പിണറായി വിജയൻ അനുകൂലമായി റിപ്പോർട്ട് കൊടുത്ത ആർ മോഹനനെയാണ് പിണറായി വിജയൻ തൻ്റെ ഓഫീസിൽ ദീർഘനാൾ പ്രൈവറ്റ് സെക്രട്ടറിയായി കൊണ്ടു നടന്നത് എന്നുള്ള ഒരു ആരോപണം ശ്രീമാൻ ഷോൺ ജോർജ് ഇക്കഴിഞ്ഞ ദിവസം ഒരു പത്രസമ്മേളനത്തിൽ ഉന്നയിക്കുകയുണ്ടായി. ആ സംഭവം വീണ്ടും വിവാദമായപ്പോഴാണ് എനിക്ക് അഭിമാനകരമായിട്ടുള്ള ഒരു കാര്യം പറയാനുണ്ട് എൻ്റെ പ്രേക്ഷകരെടുത്ത് എന്നെനിക്ക് തോന്നിയത്. കഴിഞ്ഞ 3 വർഷങ്ങൾക്ക് മുമ്പ് ഈ വിഷയം കാര്യകാരണ സഹിതം രേഖകളുടെ അടിസ്ഥാനത്തിൽ ഞാൻ എൻ്റെ പ്രേക്ഷകരോട് പറഞ്ഞിരുന്നു. അതിൻ്റെ വിശദാംശങ്ങൾ ഞാനിപ്പോൾ പറയുന്നില്ല, കാരണം ഞാൻ കഴിഞ്ഞ 3 വർഷങ്ങൾക്ക് മുമ്പ് ചെയ്ത ആ വീഡിയോ വീണ്ടും നിങ്ങളെ ഒന്ന് കാണിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നു. അതുകൊണ്ട് നമുക്ക് ഇനി ആ വീഡിയോയിലേക്ക് ഒന്ന് പോകാം. CPM-ൻ്റെ മുഖ്യമന്ത്രിമാരെ സംബന്ധിച്ചിടത്തോളം മുഖ്യമന്ത്രിമാരുടെ ഓഫീസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദ്യോഗസ്ഥൻ എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയി. പാർട്ടിക്ക് വഴങ്ങി വേണം മുഖ്യമന്ത്രി CPM-ൻ്റെ മുഖ്യമന്ത്രി പ്രവർത്തിക്കാൻ എന്നാണല്ലോ പാർട്ടിയുടെ അലിഖിത നിയമം. അതുകൊണ്ട് തന്നെ പാർട്ടിയും മുഖ്യമന്ത്രിയും തമ്മിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാലമാണ് മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി. ആ പ്രൈവറ്റ് സെക്രട്ടറിയെ നിയമിക്കുന്നത് പാർട്ടിയാണ്. അത് EMS-ൻ്റെ കാലത്ത് ശ്രീ ശർമാജി ആയിരുന്നു അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി. CPI കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരനായിരുന്നു പിളർപ്പിന് മുമ്പ്. അതിനുശേഷം ശ്രീ നയനാർ മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ 9 വർഷക്കാലവും EN മുരളീധരൻ നായരായിരുന്നു നയനാരുടെ പ്രൈവറ്റ് സെക്രട്ടറി. നയനാർക്ക് ഇഷ്ടമുള്ള ഒരാളെയാണ് പ്രൈവറ്റ് സെക്രട്ടറിയായി നിയമിച്ചതെങ്കിലും അദ്ദേഹവും CPM-കാരനായിരുന്നു. അതിനുശേഷം VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായി. VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രി ആയപ്പോഴും VS അച്യുതാനന്ദൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി CPM-കാരനായിരുന്നു. S രാജേന്ദ്രനായിരുന്നു പ്രൈവറ്റ് സെക്രട്ടറി. അദ്ദേഹം പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗമായിരുന്നു. അതിനുശേഷം പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി. പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയപ്പോഴും പിണറായി വിജയൻ്റെ പ്രൈവറ്റ് സെക്രട്ടറിയായി വന്നത് പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗമായിട്ടുള്ള MV ജയരാജനായിരുന്നു. അദ്ദേഹവും പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗമായിരുന്നു. എന്നാൽ MV ജയരാജൻ പോയതിന് ശേഷം മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ്റെ പ്രൈവറ്റ് സെക്രട്ടറിയായി ഒരു കഥാപാത്രം രംഗത്ത് വരികയുണ്ടായി. അദ്ദേഹത്തിൻ്റെ പേരാണ് ആർ മോഹൻ. അദ്ദേഹം മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയായി പ്രവർത്തിച്ച നളിനി നെറ്റോയുടെ സഹോദരനാണ്. ആർ മോഹന് പക്ഷേ ഒരു പ്രത്യേകതയുണ്ട്. ആ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ അദ്ദേഹം CPM-കാരനല്ല എന്നുള്ളതാണ്. അദ്ദേഹം CPM-കാരനല്ല എന്നുള്ളത് മാത്രമല്ല, അദ്ദേഹം ഒരു IAS IRS-ൽ നിന്ന് രാജിവെച്ചൊരു ഉദ്യോഗസ്ഥനാണെന്നാണ് എൻ്റെ അറിവ്. അദ്ദേഹം CPM-കാരനല്ലായിരുന്നു എന്നുള്ളത് മാത്രമല്ല പ്രധാനപ്പെട്ട കാര്യം, അദ്ദേഹം ഒരു CPI അനുഭാവിയാണ് എന്നുള്ളതാണ്. അത് വളരെ അഭൂതപൂർവമായിട്ടുള്ളൊരു തീരുമാനമായി നമുക്ക് തോന്നാം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, EMS-ൻ്റെ കാലത്തും നയനാരുടെ കാലത്തും അച്യുതാനന്ദൻ്റെ കാലത്തുമൊക്കെ പാർട്ടിയാണ് നിയമിച്ചിരുന്നത്. പാർട്ടിക്കാരനായിരുന്നുവെങ്കിൽ ഈ പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയപ്പോൾ പോലും ആദ്യം നിയമിച്ച ആൾ പാർട്ടിക്കാരനായിരുന്നുവെങ്കിൽ പൊടുന്നനെ MV ജയരാജൻ രാജിവെച്ചതിന് ശേഷം അദ്ദേഹത്തിൻ്റെ സ്ഥാനത്തേക്ക് വന്ന മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആർ മോഹൻ പാർട്ടിക്കാരനല്ല എന്ന് മാത്രമല്ല ഒരു CPI അനുഭാവി കൂടിയാണ് എന്നുള്ളത് പാർട്ടി അനുഭാവികളെ, പാർട്ടി മെമ്പർമാരെ പോലും ഞെട്ടിച്ച ഒരു കാര്യമായിരുന്നു. എന്തുകൊണ്ടാണ് പിണറായി വിജയൻ ആർ മോഹൻ എന്ന് പറയുന്ന CPI-കാരനെ തൻ്റെ പ്രൈവറ്റ് സെക്രട്ടറിയായി നിയമിച്ചത് എന്നുള്ള അതിൻ്റെ കാരണം അന്വേഷിക്കുമ്പോഴാണ് അവിഹിതമായി നടന്ന ഒരുപാട് ഇടപെടലുകളുടെ ഒരു പരിണിത ഫലം എന്നുള്ള നിലയിലാണ് ശ്രീ ആർ മോഹൻ എന്ന് പറയുന്ന CPI അനുഭാവി മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായി നിയമിതനായത് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഈ ആർ മോഹൻ എന്ന് പറഞ്ഞാൽ ആരായിരുന്നു? അദ്ദേഹം അഡീഷണൽ ഡയറക്ടർ ഓഫ് ഇൻകം ടാക്സിലെ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥനായിരുന്നു. അഡീഷണൽ ഡയറക്ടർ അല്ല, അതിനുശേഷം ഇൻകം ടാക്സ് കമ്മീഷണറായോ എന്ന് പോലും സംശയമുണ്ട്. ഇൻകം ടാക്സിലെ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥനായിരുന്നു. എന്ന് മാത്രമല്ല, അദ്ദേഹം ഇൻകം ടാക്സിൽ അഡീഷണൽ ഡയറക്ടർ ആയിരുന്ന സമയത്ത് ഇൻവെസ്റ്റിഗേഷനിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ജോലി. അന്വേഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊച്ചിയിലെ ഹെഡ് ക്വാർട്ടേഴ്സിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ജോലി. അന്ന് അദ്ദേഹം നടത്തിയിട്ടുള്ള ചില പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് ആണ് അദ്ദേഹം പിന്നീട് പ്രൈവറ്റ് സെക്രട്ടറി ആയി വന്നത് എന്നുള്ള വാദമുഖം ഉയർത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ ശ്രമിക്കുക. ഇനി അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് നമുക്കൊന്ന് പോകാം. ആ വിശദാംശങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ, പിണറായി വിജയൻ അനധികൃതമായി സ്വത്ത് സമ്പാദിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിണറായി വിജയനെതിരെ ഒട്ടേറെ ആരോപണങ്ങൾ ഉയർത്തിക്കൊണ്ട് TP നന്ദകുമാറിൻ്റെ ഒരു കേസ് ഹൈക്കോടതിയിൽ സമർപ്പിക്കപ്പെട്ടിരുന്നു. അതിൽ പ്രധാനമായും പറഞ്ഞിരുന്നത്
പിന്നെ പിണറായി വിജയൻ്റെ മകന് ബർമിംഗ്ഹാം യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാനായി 1 കോടി രൂപ പിന്നെ ചെലവഴിച്ചിരുന്നു. പിണറായി വിജയൻ കണ്ണൂരിൽ വലിയ കൊട്ടാര സദൃശമായൊരു വീട് പണിതിരുന്നു. പിന്നെ ടെക്നിവാലിയ എന്നാണ് പേര് തെറ്റിച്ചു കൊടുത്തത്. ടെക്നിവാലിയ എന്ന് പറഞ്ഞൊരു ബിനാമി സ്ഥാപനം അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹം ആഗോള ടെൻഡർ വിളിക്കാതെ SNC ലാബിൽ എന്ന് പറഞ്ഞ കമ്പനിയുമായി ഒരു എഗ്രിമെൻറ്റിൽ എത്തിച്ചേർന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള 4 പ്രധാനപ്പെട്ട ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് TP നന്ദകുമാർ എന്ന് പറഞ്ഞ വ്യക്തി, അദ്ദേഹം ചെയർമാൻ ഓഫ് സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സസ് ആൻഡ് അതേഴ്സ്, അവർക്കൊരു പരാതി കൊടുത്തിരുന്നു. ചെയർമാൻ ഓഫ് സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സസ് ആൻഡ് അതേഴ്സ്. അപ്പം ആ കേസിൽ ആ കേസ് ഹൈക്കോടതിയിൽ വന്നപ്പോൾ ആ ഹൈക്കോടതിയിൽ ഈ ആർ മോഹൻ എന്ന് പറയുന്ന ഇപ്പോൾ പിണറായി വിജയൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ടിരിക്കുന്ന, അന്ന് അഡീഷണൽ ഡയറക്ടർ ഓഫ് ഇൻകം ടാക്സ് ഇൻവെസ്റ്റിഗേഷൻ ഹെഡ്ക്വാർട്ടേഴ്സ് കൊച്ചിയിലെ അഡീഷണൽ ഡയറക്ടർ ഓഫ് ഇൻകം ടാക്സ് ആയിരുന്ന അദ്ദേഹം പിണറായി വിജയൻ്റെ ഈ അനധികൃത സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ കേസിൽ കോടതിയിൽ ഒരു സത്യവാങ്മൂലം കൊടുക്കുകയുണ്ടായി. ആ സത്യവാങ്മൂലത്തിൽ അദ്ദേഹം പിണറായി വിജയനെ കുറ്റവിമുക്തനാക്കുകയാണ് ചെയ്തത്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ആ സത്യവാങ്മൂലത്തിൽ അദ്ദേഹം പിണറായി വിജയൻ്റെ മകൻ്റെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിൽ 2 തരത്തിലാണ് പറയുന്നത്. ഒന്ന്, എറണാകുളത്ത് പിണറായി വിജയൻ്റെ മകൻ പഠിച്ചു. അത് SCMS കളമശ്ശേരി എന്ന് പറഞ്ഞൊരു സ്ഥാപനത്തിലാണ് പഠിച്ചത്. ആ പഠിച്ചപ്പോൾ ഇത്ര രൂപ ലോൺ എടുത്തിരുന്നു. ആ ലോൺ എമൗണ്ട് എല്ലാം തിരിച്ചടച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കണക്കുകളും കാര്യങ്ങളെല്ലാം അദ്ദേഹം കൊടുക്കുന്നുണ്ട്. എന്നാൽ അതിനുശേഷം അദ്ദേഹം പറയുന്ന ചില കാര്യങ്ങളുണ്ട്. അതിലാണ് ദുരൂഹത നമുക്ക് കാണാൻ കഴിയുന്നത്. അദ്ദേഹം പറയുന്നു, ഈ പിണറായി വിജയൻ്റെ മകൻ SCMS കളമശ്ശേരിയിൽ പഠിച്ചതിന് ശേഷം ടാറ്റ ടെലി സർവീസസിലും ഹോട്ടൽ ലീലയിലും അബുദാബിയിലും ജോലി ചെയ്തു 2005 വരെ. അപ്പോൾ കേരളത്തിൽ അദ്ദേഹം പഠിച്ചതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കണക്കുകൾ, അതിനാവശ്യമായിട്ടുള്ള ചിലവ് വന്ന പണം, ഇതിൻ്റെ കാര്യങ്ങളെല്ലാം വിശദമായി പറയുന്നുണ്ട് ഈ ആർ മോഹൻ തൻ്റെ സത്യവാങ്മൂലത്തിൽ. പക്ഷേ അതിനുശേഷം 2005 വരെ 2-3 സ്ഥാപനങ്ങളിൽ പഠിച്ചു എന്ന് പറയുന്നുണ്ട്. പക്ഷേ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം ചെലവഴിച്ച തുക അദ്ദേഹത്തിൻ്റെ സ്വന്തം പോക്കറ്റിൽ നിന്ന്, അതായത് മകൻ്റെ സ്വന്തം പോക്കറ്റിൽ നിന്ന് തന്നെയാണ് ഉപയോഗിച്ചത്, അല്ലാതെ പിണറായി വിജയൻ്റെ കുടുംബാംഗങ്ങളുടെ കയ്യിൽ നിന്നല്ല എന്നാണ് ആർ മോഹനൻ പറയുന്നത്. അപ്പോൾ കേരളത്തിൽ ഈ പിണറായി വിജയൻ്റെ മകൻ പഠിച്ചതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കണക്ക് കൃത്യം ആ പൈസ തിരിച്ച് പറയുന്നുണ്ട്. പക്ഷേ അതിനുശേഷം ബർമിംഗ്ഹാമിൽ പഠിക്കാൻ പോകുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉള്ള വശത്തേക്ക് വരുമ്പോൾ ഈ ആർ മോഹൻ്റെ സത്യവാങ്മൂലം ദുരൂഹമാവുകയും അവിടെ പൈസയുടെ ഒന്നും കണക്ക് പറയാതിരിക്കുകയും അത് മകൻ്റെ പോക്കറ്റിൽ നിന്നാണ് ചെലവഴിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പിണറായി വിജയനെ രക്ഷപ്പെടുത്തുന്ന രീതിയിൽ, അദ്ദേഹത്തിനെ കുറ്റവിമുക്തനാക്കുന്ന രീതിയിൽ ഒരു സത്യവാങ്മൂലം ഹൈക്കോടതിയിൽ സമർപ്പിക്കുകയുണ്ടായി. അപ്പോൾ എന്താണ് ഇതിൽ നിന്ന് തെളിയുന്നത്? പിണറായി വിജയനെ രക്ഷപ്പെടുത്താൻ വേണ്ടി പിണറായി വിജയൻ്റെ മകന് ബർമിംഗ്ഹാമിൽ പഠിച്ചപ്പോൾ ചെലവഴിച്ച തുകയുടെ വിശദാംശങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്വേഷണം നടത്തിയ ഈ ഇൻകം ടാക്സിലെ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറായിട്ടുള്ള ആർ മോഹനൻ പിണറായി വിജയനെ രക്ഷപ്പെടുത്തുന്ന രീതിയിൽ ഒരു സത്യവാങ്മൂലം ഹൈക്കോടതിയിൽ കൊടുത്തു. ആ കൊടുത്തതിനെ തുറന്നിട്ടാണ്, ആ കൊടുത്ത ആർ മോഹനൻ തന്നെയാണ് പിണറായി വിജയൻ്റെ പ്രൈവറ്റ് സെക്രട്ടറിയായി പിന്നീട് നിയമിതനായത് എന്ന് പറയുമ്പോൾ ഇത് ഒരു ക്വിഡ് പ്രോ ക്വോ ആണ് എന്ന് ആളുകൾ പറഞ്ഞാൽ അവരെ തെറ്റിദ്ധരിക്കാൻ പറ്റുമോ? അതായത് പിണറായി വിജയനുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്വത്ത് സമ്പാദന കേസിൽ പിണറായി വിജയനെ രക്ഷപ്പെടുത്തിക്കൊണ്ട് ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം കൊടുത്തതിൻ്റെ പാരിതോഷികമായിട്ടാണ് 2019 മാർച്ചിൽ ഈ ആർ മോഹനെ പിണറായി വിജയൻ്റെ പ്രൈവറ്റ് സെക്രട്ടറിയായി നിയമിച്ചത് എന്ന് പറഞ്ഞാൽ സുഹൃത്തുക്കളെ, ആർക്കെങ്കിലും അതിൽ തെറ്റ് പറയാൻ കഴിയുമോ? തെറ്റ് പറയാൻ കഴിയില്ല എന്നാണ് പറയാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ ഒരു CPI അനുഭാവിയെ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായി നിയമിച്ചുവെങ്കിൽ അത് മുഖ്യമന്ത്രിയെ രക്ഷപ്പെടുത്തിയ സത്യവാങ്മൂലം ഹൈക്കോടതിയിൽ കൊടുത്തതിൻ്റെ പാരിതോഷികമായിട്ടാണ് എന്നാണ് ഇവിടെ പറയാൻ ശ്രമിക്കുന്നത്. സുഹൃത്തുക്കളെ, നിങ്ങൾ ആ വീഡിയോ കണ്ടല്ലോ. ആ വീഡിയോ കണ്ടെടുത്ത് ഞാനിത് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം തനിക്കെതിരെ ഉയർന്നു വന്ന ആരോപണങ്ങൾക്ക് മറുപടിയുമായി ശ്രീമാൻ ആർ മോഹനൻ വന്നിട്ടുണ്ട് എന്ന് നമ്മൾ കണ്ടല്ലോ. പത്രത്തിൽ അദ്ദേഹം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലും അദ്ദേഹം അത് സംബന്ധിച്ച് വിശദാംശങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് സംബന്ധിച്ച കുറച്ച് കാര്യങ്ങൾ കൂടി എൻ്റെ പ്രേക്ഷകരുമായി ചർച്ച ചെയ്യണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എനിക്ക് ആദ്യമായി പറയാനുള്ളത്, അതിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും അസംബന്ധങ്ങളാണ്.
അദ്ദേഹം അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഇത്തരം കാര്യങ്ങൾ, താൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശരിയായിരുന്നു, അതുകൊണ്ടാണ് താനിത് റിപ്പോർട്ട് സമർപ്പിച്ചത്. താൻ റിപ്പോർട്ട് സമർപ്പിച്ചപ്പോൾ അതിൽ ഒപ്പുവെക്കുകയോ മാത്രമാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് അതിനകത്ത് വലിയ കാര്യങ്ങളൊന്നുമില്ല. താൻ അവിടെ ജോലി ചെയ്തിരുന്നപ്പോൾ ശമ്പളം വാങ്ങിയിരുന്നില്ല, തന്നെ അനാവശ്യമായി വിവാദങ്ങളിലേക്ക് വഴിച്ചിലേക്കുകയാണെന്നൊക്കെയാണ് ആർ മോഹനൻ പറഞ്ഞിട്ടുള്ളത്. ഈ വാദങ്ങളെല്ലാം തെറ്റാണ് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. നാല് കാര്യങ്ങളാണ് അന്വേഷണ വിധേയമാക്കാനുണ്ടായിരുന്നത്. അതിലൊന്ന്, പിണറായി വിജയൻ്റെ മകൻ ബർമിംഗ്ഹാമിൽ പഠിച്ചിട്ടുള്ള പണം, അതിൻ്റെ സ്രോതസ്സ്. 2, പിണറായി വിജയൻ്റെ ഭാര്യ സിംഗപ്പൂരിൽ നടത്തിക്കൊണ്ടിരുന്ന കമല എക്സ്പോർട്ടിംഗ് എന്ന് പറഞ്ഞൊരു കമ്പനി, അതുമായി ബന്ധപ്പെട്ട വിവാദം. 3, പിണറായി വിജയൻ്റെ വീടുമായി ബന്ധപ്പെട്ടുള്ള വിവാദം. 4, പിണറായി വിജയൻ ലാവ്ലിൻ ഇടപാടുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്ന ടെക്നിക്കാലിയ എന്ന് പറഞ്ഞൊരു കമ്പനി, അത് പിണറായി വിജയൻ്റെ ബിനാമിയാണെന്നുള്ളൊരു വാദം. ഇത്തരം വാദങ്ങളാണ് അന്വേഷണത്തിന് ആയി വന്നിരുന്നത്. അതിലൊന്നും കഴമ്പില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ആർ മോഹൻ റിപ്പോർട്ട് കൊടുത്തിട്ടുള്ളത്. ആ കൊടുത്തിട്ടുള്ള റിപ്പോർട്ടിൽ ഇതിനെപ്പറ്റി പറഞ്ഞിരിക്കുന്ന ഓരോ കാര്യങ്ങളിലും ദുരൂഹതകളുണ്ട് സുഹൃത്തുക്കളെ. ഒന്നാമത്തത്, പിണറായി വിജയൻ്റെ മകൻ്റെ വരുമാനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശ്രീ ആർ മോഹൻ കൊടുത്ത റിപ്പോർട്ടിൽ പറയുന്നത് ഇന്ത്യയിൽ അദ്ദേഹത്തിനുണ്ടാക്കിയ വരുമാനത്തെക്കുറിച്ചിട്ടാണ്. ഗൾഫിൽ അദ്ദേഹം ഉണ്ടാക്കിയ വരുമാനം സംബന്ധിച്ച് ഒരു വിശദാംശങ്ങളും ആർ മോഹൻ്റെ റിപ്പോർട്ടിൽ ഇല്ല. 2, പിണറായി വിജയൻ്റെ ഭാര്യ കമല എക്സ്പോർട്ടിംഗ് എന്ന് പറഞ്ഞൊരു കമ്പനി സിംഗപ്പൂരിൽ നടത്തിയതുമായി ബന്ധപ്പെട്ട് സിംഗപ്പൂരിലെ അധികാരികളുമായി സംസാരിച്ചപ്പോൾ വിവരമൊന്നും കിട്ടിയിട്ടില്ല എന്നാണ് പറയുന്നത്. അങ്ങനെയാണോ ഒരു അന്വേഷണ ഏജൻസി അന്വേഷിക്കേണ്ടത്? അവർ വിവരം തന്നു, അങ്ങനെയൊന്നും ഇല്ല എന്ന് പറഞ്ഞു, ഉടനെ ആ റിപ്പോർട്ട് അങ്ങ് കൊടുത്തു. അതിനാണോ അന്വേഷണ ഏജൻസി? സിംഗപ്പൂരിൽ വിശദമായി അന്വേഷിക്കുന്നതിനുള്ള എന്തുമാത്രം സംവിധാനങ്ങൾ കേന്ദ്ര ഗവൺമെൻറ്റിലുണ്ട്? അത് ഉപയോഗിച്ചുകൊണ്ട് അന്വേഷിച്ചിട്ടുണ്ടോ? അന്വേഷിച്ചിട്ടില്ല. പിണറായി വിജയൻ്റെ ഭാര്യയുടെ വീടുമായി ബന്ധപ്പെട്ടുകൊണ്ട് CPM എന്ന് പറഞ്ഞ പാർട്ടിയും പിണറായി വിജയനും പറഞ്ഞ അതേ ആരോപണങ്ങളാണ് തൻ്റെ അന്വേഷണ റിപ്പോർട്ടിൽ ആർ മോഹൻ എഴുതി വെച്ചിട്ടുള്ളത്. അതായത് വീട് പണിതതല്ല, പുതുക്കി പണിതതാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അവിടെയും അദ്ദേഹം പാർട്ടി പറഞ്ഞ കാര്യങ്ങളാണ് ഇയാൾ തൻ്റെ റിപ്പോർട്ടിൽ എഴുതി വെച്ചിട്ടുള്ളത്. ടെക്നിക്കാലി എന്ന് പറഞ്ഞ കമ്പനിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവാദത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ അത് വേറെ അന്വേഷണം നടക്കുന്നുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ അന്വേഷിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് പരമാവധി പിണറായി വിജയനെ ഒന്ന് കുളിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള റിപ്പോർട്ടാണ് അന്ന് ഇൻകം ടാക്സിലെ ഇൻവെസ്റ്റിഗേഷൻ വിഭാഗത്തിലെ സീനിയർ ഉദ്യോഗസ്ഥൻ എന്നുള്ള നിലയിൽ ഈ ആർ മോഹൻ കൊടുത്തത്. അതിൻ്റെ രേഖകൾ വെച്ചിട്ടാണ് ഞാൻ ആ വീഡിയോ ചെയ്തത്. ഇപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ പിണറായി വിജയനെ സഹായിച്ച ആർ മോഹനന് പിണറായി വിജയൻ തൻ്റെ ഓഫീസിൽ ഒരു ജോലി കൊടുക്കുകയായിരുന്നു. ആർ മോഹനൻ CPI അനുഭാവിയായിരുന്നു, എന്നിട്ടും ജോലി കൊടുത്തു. അദ്ദേഹം അവിടുന്ന് ശമ്പളം മേടിച്ചിട്ടില്ല എന്നുള്ളത് ശരിയായിരിക്കാം. പക്ഷേ ശമ്പളം മേടിച്ചില്ലെങ്കിൽ ഒരുപാട് ആനുകൂല്യങ്ങൾ TNDA ഒക്കെ ആയിട്ട് അവിടുന്ന് കിട്ടാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഒന്നാം പിണറായി സർക്കാർ മാത്രമല്ല, ഇപ്പോഴത്തെ രണ്ടാം പിണറായി സർക്കാരിലും അദ്ദേഹത്തെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതെന്തിനാണ് അങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്നത്? എനിക്കത് മനസ്സിലാവുന്നില്ല. ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് വെച്ചുകൊണ്ടിരുന്നു, ശരി. പക്ഷേ രണ്ടാം പിണറായി സർക്കാർ വന്നല്ലോ. ആ പിണറായി സർക്കാർ വന്നപ്പോഴെങ്കിലും അദ്ദേഹത്തെ ഒഴിവാക്കാമായിരുന്നു, ഇപ്പോഴും വെച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായി ഇത് ഉറപ്പാണ്, ഇതൊരു ക്വിഡ് പ്രോ ക്വോ ആണ്. പിണറായി വിജയനെ സഹായിച്ചതിന് തിരിച്ചുള്ള സഹായമാണ് ആർ മോഹന് ചെയ്തു കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ആർ മോഹനൻ പിണറായി വിജയനെ എത്ര വെളുപ്പിക്കാൻ ശ്രമിച്ചാലും നടക്കില്ല എന്ന് ആർ മോഹനൻ മനസ്സിലാക്കുക. പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം പിണറായി വിജയൻ ചെയ്തത് എന്തിനു വേണ്ടിയിട്ടാണ്, എന്താണ് പിണറായി വിജയൻ ചെയ്യുന്നുള്ളത് ജനങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ആർ മോഹൻ ഇതുപോലെ 1000 ഫേസ്ബുക്ക് പോസ്റ്റുകൾ ഇട്ടാലും പിണറായി വിജയനെ വെളുപ്പിക്കാൻ ആർ മോഹന് കഴിയില്ല. പിണറായി വിജയനും ആർ മോഹനും കൂടുതൽ ഈ പറഞ്ഞ പോലെ ടെയിൻറ്റഡ് ആവുകയേ ഉള്ളൂ എന്ന് മാത്രം ആർ മോഹനൻ മനസ്സിലാക്കണം എന്നാണ് എനിക്ക് അദ്ദേഹത്തോട് പറയാനുള്ളത്.